ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് വേണ്ടി ബ്രസീൽ നാളെ പുലർച്ചെ ഇറങ്ങുകയാണ്. എതിരാളികൾ മൊറോക്കോയാണ്. ഈ മത്സരത്തിലെ 11 ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഡാനിലോ, അലക്സാൻഡ്രോ തുടങ്ങിയ താരങ്ങളെ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു തീരുമാനം. ഏതായാലും മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ ചെയ്യേണ്ട 2 കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട്. അതായത് നല്ല രൂപത്തിൽ ബോൾ കൈവശം വെക്കണം, അഥവാ ബോൾ പൊസഷൻ വേണം എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഡിഫൻസ് സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരത്തിൽ നല്ല ബോൾ കൺട്രോളിംഗ് ഉണ്ടായിരിക്കണം, അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. തീർച്ചയായും ഞങ്ങളുടെ കൈവശം ടൂൾസുകൾ ഉണ്ട്. പൊസഷൻ കൈവശം വെക്കാൻ ആവശ്യമായ താരങ്ങൾ ഞങ്ങളുടെ പക്കലിൽ ഉണ്ട്. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ഡിഫെൻഡിങ് ആണ്. നല്ല രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യണം, കാരണം മൊറോക്കോയെ നമ്മൾ ബഹുമാനിക്കേണ്ട ടീമാണ്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. മൊറോക്കോയെ വില കുറച്ച് കാണാൻ കഴിയില്ല, അവരുടെ അറ്റാക്കിങ്ങിനെ വില കുറച്ച് കാണാൻ കഴിയില്ല. നല്ല രൂപത്തിൽ പ്രതിരോധിക്കേണ്ടതുണ്ട്, ഡിഫൻസ് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യം ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കുന്നുണ്ട്. ബ്രസീലിയൻ ആരാധകർക്ക് ഡിഫൻസിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ പേടിയുള്ളത്. കാരണം അലക്സാൻഡ്രോ, മാർക്കിഞ്ഞോസ്, ഡാനിലോ എന്നിവരൊന്നും അസാധാരണമായ താരങ്ങളല്ല. ഡിഫൻസിൽ ഗബ്രിയേൽ മഗല്ലസ് മാത്രമാണ് ബ്രസീലിയൻ ആരാധകർക്ക് കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യം. ബാക്കി 3 പേരുടെയും കാര്യത്തിൽ ചെറിയ ചില ആശങ്കകൾ ഇപ്പോഴും ബ്രസീലിയൻ ആരാധകർക്കിടയിൽ ഉണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.